ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കൊച്ചി ഷിപ്പ് ലിമിറ്റഡ് എന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇത് വിളിച്ചിരിക്കുന്നത് കോൺട്രാക്ട് ബേസിസിലാണ്. സോ ഈ പോസ്റ്റ് നമുക്ക് നോക്കാം. പോസ്റ്റ് വന്നിരിക്കുന്നത് സേഫ്റ്റി അസിസ്റ്റന്റ് ആണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് SLC പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ 1 ഇയർ ഡിപ്ലോമ ഇൻ സേഫ്റ്റി ആൻഡ് ഫയർ 1 ഇയർ ഡിപ്ലോമ എടുത്തിരിക്കണം ഫ്രം ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ 1 ഇയർ ഡിപ്ലോമ ഇൻ സേഫ്റ്റി ഓർ ഫയർ എടുത്തിരിക്കണം. അതുപോലെ തന്നെ SLCയും പാസ്സായിരിക്കണം എന്നാണ് 2 ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെ പറയപ്പെടുന്നത്. സോ ഇനി മിനിമം നിങ്ങൾ 1 ഇയർ ട്രെയിനിങ് ഓർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ അത് ജസ്റ്റ് നോർത്തിരിക്കുക. അത് പറഞ്ഞിരിക്കുന്നത് സെക്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കാം. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 30 ജൂണാണ്. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 22 ജൂലൈ ആണെന്ന് ഓർത്തിരിക്കാം. ഇനി വേക്കൻസി നോക്കാം. ജനറൽ 7 വേക്കൻസി, OBC 2 വേക്കൻസി, SC 1 വേക്കൻസി, ST 2 വേക്കൻസി, EWS 1 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 13 വേക്കൻസിയാണ് ഇപ്പം നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓർത്തിരിക്കുക. മാക്സിമം 5 വർഷം വരെയാണ് ഇതിലേക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് ഓർത്തിരിക്കുക. സോ മാക്സിമം 5 വർഷം വരെ നിങ്ങൾക്ക് ഇതിലേക്ക് വർക്ക് ചെയ്യാവുന്നതാണെന്ന് ഓർത്തിരിക്കുക. നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് അത് ചിലപ്പോൾ കൂടുകയൊക്കെ ചെയ്യും. അത് ബേസ്ഡ് ഓൺ ദ കമ്പനി റൂളാണ്. സോ ഇനി റെമ്യൂണറേഷൻ നോക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടുന്നത് പറഞ്ഞ കോൺട്രാക്ട് ബേസിസിലാണ്. അപ്പോൾ മന്ത്ലി ആയിരിക്കും. സോ മന്ത്ലി അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 23,300 ആണെന്ന് ഓർത്തിരിക്കും. സോ ബാക്കി നിങ്ങൾ എക്സ്ട്രാ അവർ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇൻക്രീസിങ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് 45 വയസ്സ് വരെയാണ് മാക്സിമം പറയുന്നത്. അത് മാക്സിമം 45 വയസ്സ് വരെ ഉള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. അതുപോലെ SC ST OBC കാൻഡിഡേറ്റ് അതിനായിട്ടുള്ള ഏജ് രജിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഓർത്തിരിക്കുക. മെത്തേഡ് ഓഫ് സെലക്ഷൻ വരുന്നുണ്ട്. പ്രാക്ടിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റും ബേസ് ചെയ്തിട്ടായിരിക്കും സെലക്ഷൻ വരുന്നത്. പ്രാക്ടിക്കൽ ടെസ്റ്റ് 70 മാർക്കും, ഫിസിക്കൽ ടെസ്റ്റ് 30 മാർക്കും, അങ്ങനെ ടോട്ടൽ 100 മാർക്കിനായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക. ഫിസിക്കൽ ടെസ്റ്റ് ആൾ ഇൻക്ലൂഡ് റണ്ണിങ്ങും പുഷപ്പും ഫിസിക്കൽ ടെസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും കൂടെ ജസ്റ്റ് നോക്കും. ഇനി അത് ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസ് 200 രൂപയാണ് വരുന്നത്. അതും ഓൺലൈൻ ത്രൂ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റ് ഓഫ്ലൈൻ ത്രൂ നിങ്ങൾക്ക് DD ചെല്ലാനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഓർത്തിരിക്കുക. ഓൺലി ആപ്ലിക്കേഷൻ ഫീസ് കണ്ടക്റ്റഡ് ത്രൂ ഓൺലൈൻ എന്ന് പറയുന്നുണ്ട്. അതിന് ആപ്ലിക്കൻസ് ബിലോങ് ടു SC ST ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല അവർക്ക്. ബാക്കിയുള്ള കാൻഡിഡേറ്റിനാണ് 200 രൂപ ആപ്ലിക്കേഷൻ ഫീ. ഇനി അപ്ലൈ ചെയ്യേണ്ടത് www.kitchenshipyard.in എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കുക. അവിടെ കരിയർ പേജ് ക്ലിക്ക് ചെയ്ത് CSL കൊച്ചിയിൽ ഈ പറഞ്ഞിരിക്കുന്ന പൊസിഷൻസ് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. സോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.